ഈ ധർമ്മ സന്ദേശയാത്ര സർവശക്തിവാൻ പരമാത്മാ പിതാവിൻ്റെ ഈശ്വരീയ കുടക്കീഴിനുള്ളിൽ നിർവിഘ്നം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ ഇത്രയും സാധകർ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇത്രയും സാധകരുടെ മനസ്സിൽ നിന്നുള്ള ശുഭഭാവനകൾ, ആ ശുഭഭാവനകൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഓരോ മഹാവീരന്മാർക്കും, ബ്രഹ്മചാരികളായി സദോ ഗുണി ജീവിതം ജീവിക്കുന്ന ആത്മീയ സഹോദരന്മാർക്ക് യാത്ര ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെ ശുഭഭാവനകൾ ഇപ്പോൾ അർപ്പിക്കാം. ധ്യാനം അല്ലെങ്കിൽ യോഗം അത് തന്നെ ശരിക്കും ധർമ്മത്തിൽ, എപ്പോഴാണോ നമ്മൾ ധർമ്മത്തിലേക്ക് യാത്ര ചെയ്യുന്നത്, ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മമാണ് യോഗി ജീവിതം നയിക്കാൻ നമുക്ക് അടിസ്ഥാനമായിട്ട് മാറുന്നത്. ആദരണീയനായ സ്വാമിജി പറഞ്ഞതുപോലെ ധ്യാനത്തിൻ്റെ ആധാരം ആദ്യം നമുക്ക് ഓരോരുത്തർക്കും ആ ഡിവൈൻ പൊട്ടൻഷ്യലാണ്, ആ ദിവ്യമായ ഊർജമാണെന്ന യാഥാർത്ഥ്യം. അതാണ് സനാതന ധർമ്മത്തിലെ ആദ്യ ധർമ്മം. ഇപ്പം നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും കോൺഷ്യസ് ലെവൽ ഞാൻ ശരീരമാണെന്ന ബോധത്തിലാണ്. ഇത് പരധർമ്മമാണ്, ഇത് സ്വധർമ്മമല്ല. ഞാൻ ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് ആത്മാവാണെന്ന സത്യബോധത്തിലേക്കുള്ള കോൺഷ്യസ് ഷിഫ്റ്റ്, ബോധതലത്തിൽ ഈ പരിവർത്തനം കൊണ്ടുവരിക, അതാണ് ധ്യാനത്തിൻ്റെ ആദ്യ ചുവട്. ആ ധർമ്മത്തിലിരുന്നു കൊണ്ട് ഞാൻ ആത്മാവാണ്. ഓം ശാന്തി. ഓം അർത്ഥം ഐ എം എ സോൾ, ഞാൻ ആത്മാവാണ്. ഓം ശാന്തി അർത്ഥം ഞാൻ ശാന്തസ്വരൂപമായ ആത്മീയ ഊർജമാണ്. ഇതാണ് ആദ്യ ധർമ്മം. ഈ ധർമ്മ സന്ദേശയാത്രയിലുടനീളം ഈ സഹോദരന്മാർ ഈശ്വരീയ വിശ്വവിദ്യാലയം നൽകുന്ന, സർവശക്തിവാൻ നൽകുന്ന ഈ സന്ദേശമാണ് എല്ലാവർക്കും പ്രധാനമായി നൽകുന്നത്. ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഈ കോൺഷ്യസ് ഷിഫ്റ്റിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോഴാണ് വൺ ഗോഡ് വൺ വേൾഡ് ഫാമിലി എന്നുള്ള അവബോധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ധ്യാനത്തിനും അത് തന്നെയാണ് ആധാരം. അപ്പം നമുക്കെല്ലാവർക്കും ഒരു 3 മിനിറ്റ് സമയം ഈ ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് ഞാൻ ആത്മാവാണെന്ന സത്യബോധത്തിലേക്ക്, ആ ധർമ്മത്തിലിരുന്നു കൊണ്ട്, ശാന്തി സ്വധർമ്മത്തിലിരുന്ന്, ശക്തി സ്വധർമ്മത്തിലിരുന്ന്, ശുദ്ധി സ്വധർമ്മത്തിലിരുന്നു കൊണ്ട് സർവശക്തിവാനിൽ നിന്ന് ആ അനന്തമായ ശക്തിയുടെ, ശാന്തിയുടെ അനുഭൂതി നമുക്കനുഭവിക്കാം. ആ അനുഭൂതി അവശ്യം ഈ യാത്രയിലുടനീളം ഈ യാത്രികർക്ക് എല്ലാവർക്കും ഒരു കുടക്കീഴ് പോലെ സംരക്ഷണം തീർച്ചയായിട്ടും നൽകും. കലിയുഗ വരദനിൽ നിന്ന് വരദാനം വാങ്ങാനും നമുക്കറിയാം, കലഹക്ലേശത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കലിയുഗ വരദനിൽ നിന്ന് വരദാനം വാങ്ങാനുള്ള അടിസ്ഥാനവും ശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ മണ്ഡലകാലത്തിൽ ശുദ്ധിക്ക് ഇത്രയും മഹത്വം. ശുദ്ധി കേവലം 41 ദിവസത്തേതല്ല, മറിച്ച് അത് നമ്മുടെ എല്ലാ ദിവസവുമായി തീരുമ്പോൾ ആ ശുദ്ധി, ആ ധർമ്മം നമ്മുടെ കർമ്മത്തിൻ്റെ ആധാരമായിട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന സംസ്കാരം, ശുദ്ധിയിൽ അധിഷ്ഠിതമായ സംസ്കാരം, അത് തന്നെയാണ് സനാതന ദേവീ ദേവതാ സംസ്കാരം. ആ ദേവ സംസ്കാരത്തിലേക്കുള്ള മടക്കയാത്രയാണ് ഈ സനാതന ധർമ്മ സന്ദേശയാത്രയിലൂടെ കേരള ജനതയ്ക്ക് കൈമാറുന്നത്. ഇപ്പോൾ